എനിക്ക് വല്ലാത്ത ടെൻഷനാണ്. ആളുകൾ എൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള. മഴ നനയാലല്ലോ കുട്ടിച്ച, എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. പ്രതിഭയുള്ള പുതിയ ആളുകൾ വന്നാലേ സിനിമയ്ക്ക് ഇനി രക്ഷയുള്ളൂ. മാറ്റിന് കഴിയുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കും. അതെ, എല്ലാം ദൈവത്തിന്റെയും ജനങ്ങളുടെയും കയ്യിലാണ്. കിലുക്കം കണ്ട് ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട്, കിരീടം കണ്ട് ഞങ്ങളുടെ ഉള്ള് പടഞ്ഞിട്ടുണ്ട്, തന്മാത്ര കണ്ട് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്, നരൻ കണ്ട് ഞങ്ങൾ ആവേശം കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഈ എല്ലാ വികാരവും ഒറ്റ സിനിമയിലൂടെ കിട്ടിയ ഒരനുഭവമാണ്. ഞങ്ങൾ കുറെ ചിരിച്ചു, ആവേശം കൊണ്ടു, പല ഭാഗങ്ങളിലും കണ്ണ് നിറഞ്ഞു. എല്ലാം തികഞ്ഞൊരു സിനിമ എന്നുള്ള അപൂർവതയാണ് ഈ സിനിമ. ഇതാണ് ഫാൻ ബോയ്. ഇങ്ങനെയാണ് ലാലേട്ടനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഒരു സാധനം കൊടുക്കേണ്ടത്. കിളി പോവും, അന്ത ആൾക്ക് കാറ് കയ്യിലെ കെട്ടിയാ കിളി പോവും. തകർത്ത് വാരി മോഹൻലാൽ കണ്ണൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക് മോശമാണോ? അത്രയ്ക്ക് മോശം. അവസാനമൊക്കെ കിടിലമായിട്ട് മോഹൻലാലിന് മാത്രമേ പറ്റുള്ളൂ. ആണോ? കിട്ടിൽ ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ, അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു വെച്ചാ അത് മറ്റാരോ ആയി പോവും. ലാലേട്ടൻ ഷോ, ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ ഷോ. അതാണ് ഈ സിനിമ. ഈ പടത്തിലാണോ ഇത്ര ചെറിയ പ്രശ്നയോടെ തൂക്കി കൊലത്തോക്ക്? ഇത്രയും കാലം എവിടെയായിരുന്നു? ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന മേക്കിംഗ്. ഇതാണ് സിനിമ, ഇതാണ് ലാലേട്ടൻ സിനിമ, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒന്നുമല്ല, ഇതാണ് ഇന്റർനാഷണൽ മേക്കിംഗ്. അടിപൊളി. ഇതിന് മേളിൽ വെക്കാൻ വലിയ ഒന്നുമില്ല. ഇത്രയും സൂപ്പർ പടം. ഇതാണ് വേണ്ടത്. എമ്പുരാനോ കുമ്പുരാനോ അല്ല, ഇതാണ് പടം. ഇതാണ് ലാലേട്ടൻ തിരിച്ചു വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടത്. കലക്കീറ, നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. ഇമോഷണൽ ആണോ? കരഞ്ഞോ? ഞാൻ ഭയങ്കര ഇമോഷണൽ ആക്ച്വലി. ലാലേട്ടനെ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും ഗംഭീരം. ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും അങ്ങേരുടെ ഫിസിക് ആണെങ്കിലും അങ്ങേരുടെ ആക്ടിങ് ആണെങ്കിലും അങ്ങേരെ എവിടെയും പോയിട്ടില്ല, അങ്ങേര് തീർന്നിട്ടില്ല. എല്ലാത്തിനും മാപ്പ്. മികച്ച ഒരു സിനിമ, ലാലേട്ടന്റെ ഗംഭീരമായിട്ടുള്ള ഒരു, ലാലേട്ടന്റെ കരിയറിൽ തന്നെ എണ്ണം പറയാവുന്ന ഒരു സിനിമയായിട്ട് ഇത് എഴുതി ചേർക്കപ്പെടും. ലാലേട്ടൻ തുടരും.